ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രകോപനപരമായ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു. കാഫിഡ് സ്കിൻ കോഡ് വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM നടത്തിയ മാർച്ചിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നത്. അതിൽ ഒരു കാര്യം പറയാം, ഈ വിഷയത്തിൽ CPMന് മുഖം നഷ്ടമായിരിക്കുന്നു. CPMന് മുഖം നഷ്ടപ്പെട്ടതിലുള്ള, പ്രത്യേകിച്ച് ജില്ലയിലെ CPMന് മുഖം നഷ്ടപ്പെട്ടതിലുള്ള വെപ്രാളത്തിൽ വന്ന പ്രസ്താവനയാണ് ജില്ലാ സെക്രട്ടറി പ്രസ്താവന. അദ്ദേഹം രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, പിണറായി വിജയനല്ല മുഖ്യമന്ത്രി, ഭരണം മാറിയിരിക്കുന്നു. VD സതീശനാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. കഴിഞ്ഞ 10 വർഷക്കാലമായി പോലീസിനെ അടക്കി ഭരിച്ച ആ ആധിപത്യ മനോഭാവത്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നതെങ്കിൽ അത് തിരുത്തേണ്ട സമയമായിരിക്കുന്നു. രണ്ടാമത്, ഇത്തരം പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഹീനമായ പ്രവൃത്തികൾക്കെതിരെ കൃത്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടുമ്പോൾ അതിനെതിരെ പ്രകോപനപരമായും അക്രമാസക്തമായും പ്രതിഷേധിക്കുവാൻ CPMന് ഇപ്പോൾ അണികളെ കിട്ടില്ലെന്ന സത്യവും അദ്ദേഹം തിരിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസംഗം ഒരു സംശയവും വേണ്ട, ഈ വെപ്രാളത്തിനുണ്ടായതാണ്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു, ഷാഫി പറമ്പിലിൻ്റെയും പാർക്കർ അബ്ദുലിൻ്റെയും പുറത്തിറക്കില്ല. അദ്ദേഹം അകത്ത് പോകാതെ നോക്കിയാൽ കൊള്ളാം എന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഷാഫി പറമ്പിലും പാർക്കർ അബ്ദുലുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നേതാക്കളാണ്. അവരെ പുറത്തിറക്കാതിരിക്കാനുള്ള സംവിധാനമൊന്നും ചെയ്യാനുള്ള ശക്തി ഇന്നത്തെ CPMനില്ല. അവരെ പുറത്തിറക്കില്ല എന്ന് പറയുന്ന CPM ജില്ലാ സെക്രട്ടറി മറ്റു കാരണങ്ങളിൽ അകത്ത് പോകാതെ നോക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ അറിയാമല്ലോ, മറ്റു കാരണങ്ങൾ ഇതാവല്ലോ. ഒരാളകത്ത് ഞാൻ പറഞ്ഞാലല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ കേസ് വന്ന് കണ്ടല്ലോ. അല്ല, അറിയാമല്ലോ, വന്നല്ലോ. ഏതായാലും മറ്റു കാരണങ്ങൾ ഞങ്ങളുണ്ടാക്കുന്ന കാരണമല്ല, അദ്ദേഹത്തിൻ്റെതായ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായ കാരണങ്ങളിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. അദ്ദേഹത്തിൻ്റെതായ കഴിഞ്ഞകാല പ്രവൃത്തികളിൽ ഉണ്ടായ കാരണങ്ങളാൽ അകത്തു പോകാതെ നോക്കാൻ ശ്രദ്ധിക്കുക. ഇവരെ പുറത്തെടുക്കാതിരിക്കാൻ ശ്രമിക്കുകയില്ല. അതിൻ്റെ അന്വേഷണമൊക്കെ തീരുമാനിക്കേണ്ടത് SIT ആണെങ്കിലും അന്നും ഇന്നും ഞാൻ DCC പ്രസിഡന്റ്, അന്ന് ഷാഫി പറമ്പിൻ്റെ ചീഫ് ഇലക്ഷൻ കൂടിയാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്, അനിവാര്യമാണ്. പക്ഷേ ഈ കാര്യം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇനി യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് ഈ വെപ്രാള പ്രസംഗവും പ്രതിഷേധമൊക്കെയാണെങ്കിൽ അതും തെറ്റി, ഭരണം മാറി, ഭരണത്തിലെ നേതാക്കളുടെ രീതിയും മാറി, യഥാർത്ഥ കുറ്റവാളികൾ കൊടുക്കുക തന്നെ ചെയ്യും. ഞാൻ DCC പ്രസിഡന്റ് ഞാൻ ഉറച്ചു പറയുന്നു, ഇതിൽ ഇദ്ദേഹം കുറ്റക്കാരനാണ്. ഇദ്ദേഹം മാത്രമല്ല കുറ്റക്കാരൻ, CPMൻ്റെ ആ പ്രദേശത്തുള്ള ചില ഉന്നത നേതാക്കൾ അടങ്ങിയ ഉൾപ്പെട്ട ഒരു കോൺസ്പിറസിയുടെ ബൈ പ്രൊഡക്റ്റാണ് ഈ കാഫിഡ് സ്ക്രീൻഷോട്ട് പ്രയോഗം. അതുകൊണ്ട് അന്വേഷണം ഇനിയും നടക്കുമെന്നാണ് പ്രതീക്ഷ. മുഴുവൻ കുറ്റവാളികളും നിയമത്തിന് മുന്നിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആരാ വെച്ച ഫ്ലെക്സ് ബോർഡ്? അത് കോൺഗ്രസ്സിന് എന്താ ഉറപ്പ്? ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അത് നല്ല പ്രാപ്തമായ നേതൃത്വം അഖിലേന്ത്യാ തലത്തിലും KPC ഞങ്ങൾക്ക് ഉണ്ടല്ലേ. പിന്നെ ഒരാൾക്കൊരു പദ്ധതി എന്നുള്ളൊരു പൊതുവാദം അത് പോസ്റ്ററിൻ്റെയും ബോർഡിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ആ കോൺഗ്രസ്സായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവും ആ പോസ്റ്റർ ഇട്ടില്ല. കോൺഗ്രസ്സുകാരൻ്റെ പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യമില്ല. എല്ലാ നേതാക്കളെയും നേരിട്ട് കണ്ട അഭിപ്രായ സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും KPC പ്രസിഡന്റ് ഓഫീസായാലും KC വേണുഗോപാലിൻ്റെ ഓഫീസായാലും ഓഫീസുകൾ നേരിട്ട് പോയി പറയാം, പാർട്ടി വേദികളിൽ പറയാം. അപ്പോൾ പാർട്ടി വേദികളിൽ അഭിപ്രായം പറയാൻ അവസരമുള്ള ഒരു കോൺഗ്രസ്സുകാരനും അത്തരം ബോർഡ് വെക്കില്ല. ആ ബോർഡ് കൊണ്ട്
ഒരു തീരുമാനം മാറുകയോ തീരുമാനം വരികയോ ഇല്ല. ഏതായാലും കോൺഗ്രസുമായിട്ട് തീരുമാനം ആ ബോർഡിന് യാതൊരു ബന്ധവുമില്ല. അപ്പം ആ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെയാണ് ലതികയുടെ പേര് പറഞ്ഞത്. ഞങ്ങളിത് ലതികയുടെ പേര് പറഞ്ഞിട്ടില്ല. ഏതായാലും അത് ലതികനെ രക്ഷിക്കാനാണോ ശിക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. CPM-ന്റെ ഉന്നതരായ 2 നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന കോൺസ്പിറൻസിയുടെ ബൈ പ്രൊഡക്റ്റാണ് ഈ സംഭവം. ലതിക മുൻ MLA പേര് ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ഉദ്ദേശം അവരെ രക്ഷിക്കാനാണോ സംരക്ഷിക്കാനാണോ അത് സൂക്ഷിക്കേണ്ട കാര്യം. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. ഒരു പാർട്ടിയിലെ ആളുകൾ കുറ്റക്കാരനാവുക, എന്നിട്ട് ആ പാർട്ടി പരാതി കൊടുക്കുക, ആ പാർട്ടി ഭരിക്കുന്ന സർക്കാർ അന്വേഷിക്കുക, എന്നിട്ട് എതിർ പാർട്ടിക്കെതിരെ കേസെടുക്കുക, അതല്ലേ അന്നുണ്ടായത്. അന്ന് നടന്നതൊക്കെ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മതേതരത്വത്തിൻ്റെ കൊച്ചു തുരുത്തി എന്ന് എല്ലാ അർത്ഥത്തിലും അവകാശപ്പെടാൻ സാധിക്കുന്ന സ്ഥലമാണ് ഇന്ന് കേരളം. ആ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം തകർക്കാനല്ലേ 4 വോട്ടുകൾക്ക് വേണ്ടി CPM ഈ ശ്രമം നടത്തിയത്. എത്ര ഭയാനകമാണ്, എത്ര കുറ്റകരമാണ്. അത്തരം കുറ്റം ചെയ്ത ആളുകളുടെ മനസ്സിൽ ഇനി അത്തരം ചെയ്യാനുള്ള ചിന്തകൾ പോലും വരാത്ത രീതിയിലായിരിക്കണം SIT-യുടെ നടപടി എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. SIT വിശ്വാസമുണ്ട്, സർക്കാരിന് വിശ്വാസമുണ്ട്. ഇതിനകത്തുള്ള ഒരറ്റം മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, മഞ്ഞുമലയുടെ അറ്റം മാത്രം ശേഷിക്കുന്നത് ബാക്കി നിൽക്കുന്നു. അവരിലേക്കും അന്വേഷണം എത്തി യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അവരുടെ മുഖം ജനത്തിന് മുമ്പിൽ തുറന്നു കെട്ടാൻ SIT-ക്ക് സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.